സഖാഫി മുഖാമുഖങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ സമസ്തയുടെ അടിത്തറകൾ ഓരോന്നായി തകർന്നടിയുന്നതാണ് നാം ഇവിടെ മനസ്സിലാക്കിയത്. അതുകൊണ്ട് അവർ ആ മുഖാമുഖങ്ങൾ തുടരണം എന്നാണ് നമുക്ക് പറയാനുള്ളത്. മാത്രവുമല്ല, പഴയകാലത്തെ പോലെയല്ല ഇന്ന് ചില മുസ്ലിയാക്കന്മാർ തന്നെ രംഗത്തിറങ്ങി ഇത്തരം മുഖാമുഖങ്ങളിൽ കയറുകയും ചോദ്യശരങ്ങളുമായി ചെല്ലുകയുമൊക്കെ ചെയ്യുന്നുണ്ട് എന്നതും മുന്നോട്ട് പോകുമ്പോൾ കൂടുതൽ സത്യം വ്യക്തമാവാൻ നിമിത്തമാകും എന്നതിൻ്റെ നല്ല ലക്ഷണങ്ങളാണ്. ഈ കുട്ടിലങ്ങാടി ഇതേ പറമ്പിൽ വെച്ച് നടത്തിയ മുഖാമുഖത്തിൽ പോലും ചില മുസ്ലിയാക്കന്മാർ AP സുന്നികൾ എന്ന് വേണമെങ്കിൽ പറയാം, അവർ വന്ന് ചോദ്യങ്ങളുമായി നേരിട്ടപ്പോൾ അവസാനം ഇനി അയാൾക്ക് ചോദ്യം ചോദിക്കാൻ അവസരം കൊടുക്കൂല എന്ന് പറഞ്ഞ് നിർത്തുകയാണ് ചെയ്തത്. കാരണം ഉത്തരമില്ല. ഈ ഒരു എല്ലാ ചർച്ചകളും ശ്രദ്ധിക്കുമെങ്കിൽ മനസ്സിലാകുന്നത് സമസ്ത യഥാർത്ഥത്തിൽ പഠിപ്പിച്ച ശരിയായ ആശയം എന്താണോ ആ ആശയം അതേ രൂപത്തിൽ ധൈര്യസമേതം ഇപ്പോഴും പ്രഖ്യാപിക്കുന്നത് ഇവർ ആക്ഷേപിച്ചും പരിഹസിച്ചും തള്ളിക്കളയുന്ന ഒരു നൗഷാദ് മുസ്ലിയാണ്. അയാളാണ് ഇപ്പോൾ സത്യം പറഞ്ഞാൽ സമസ്തൻ ആശയം പറയുന്നത്. ഇവരൊക്കെ ഇത് മാറി പലതും പറയാൻ ധൈര്യമില്ല, ചിലതൊക്കെ പറഞ്ഞും ഒപ്പിച്ചും ഒഴുങ്ങിയൊക്കെയായിട്ട് രക്ഷപ്പെട്ടു പോകാനാണ് ഇവരിപ്പോൾ യഥാർത്ഥത്തിൽ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു നേർചിത്രമാണ് ഇവിടെ വിശദീകരിക്കപ്പെട്ടത്. ഒരു ഏതാനും മിനിറ്റുകൾ മാത്രം ചില കാര്യങ്ങൾ മാത്രം കൂട്ടിച്ചേർത്ത് നമുക്ക് ഇൻഷാ അല്ലാഹ് അവസാനിപ്പിക്കാം. ഇവിടെ മുഖാമുഖത്തിലും മറ്റു പല മുഖാമുഖങ്ങളുമൊക്കെ കാര്യമായി ചർച്ചയ്ക്ക് വന്ന 2-3 വിഷയങ്ങൾ കൂടിയുണ്ട്. അതുമായി ബന്ധപ്പെട്ട അഹ്ലുസുന്നയുടെ നയ നിലപാടുകൾ ചുരുങ്ങിയ വാക്കുകളിൽ പറഞ്ഞ് അവസാനിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. പ്രധാനമായും ചർച്ചയ്ക്ക് വന്ന ഒരു വിഷയമാണ് വെള്ളിയാഴ്ച ജുമുഅ ഖുത്ബയുടെ ഭാഷ. അത് എല്ലാ മുഖാമുഖത്തിലും ചോദ്യങ്ങളായി അവർ തന്നെ കൊണ്ടുവരുന്നു. അങ്ങനെ അവർ തന്നെ വിശദീകരിക്കുന്നു. അതിനൊക്കെ ചില ന്യായങ്ങൾ, ചില കുരുട്ട് ന്യായങ്ങൾ മാത്രം പറഞ്ഞ് രക്ഷപ്പെടാനാണ് അവർ ശ്രമിക്കുന്നത്. അല്ലെ കിതാബ് ഓതി അത് വായിച്ച് അതിൽ തെളിവുകൾ പറഞ്ഞ് ആയത്തും ഹദീസും പറഞ്ഞ് ആ വാദങ്ങൾ സ്ഥാപിക്കാനല്ല അവർ ശ്രമിക്കുന്നത്. ഉദാഹരണമായി ജുമുഅ ഖുത്ബയുമായി ബന്ധപ്പെട്ട് വന്നൊരു ചോദ്യം, ആ ചോദ്യത്തെ അലവി സഖാഫി നേരിടുന്ന ഒരു ചെറിയ ക്ലിപ്പ് നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കുക. അള്ളാഹുവിന്റെ റസൂല് മലയാളത്തിൽ എവിടെയെങ്കിലും ഖുത്ബ നിർവഹിച്ചിട്ടുണ്ടോ? റസൂലിന്റെ മാതൃകയുണ്ടോ? ഇത് നിങ്ങൾ പറയും. ഏതെങ്കിലും ഒരു പള്ളിയിൽ റസൂലുള്ളാഹി തങ്ങളുടെ മാതൃകയുണ്ടോ? അള്ളാഹുവിന്റെ റസൂലിന്റെ കാലത്ത് മലയാളത്തിൽ വേണ്ട അറബേതര ഭാഷയിൽ ഖുത്ബ നിർവഹിച്ചിട്ടുണ്ടോ? അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബികൾ നിർവഹിച്ചിട്ടുണ്ടോ? താബികൾ നിർവഹിച്ചിട്ടുണ്ടോ? തബഉ താബികൾ നിർവഹിച്ചിട്ടുണ്ടോ? കണ്ടോ? അപ്പൊ അതാണ് മറുപടി. എന്താണ്? ജുമുഅ ഖുത്ബയുടെ ഭാഷയുമായി ബന്ധപ്പെട്ട വന്ന ചോദ്യത്തിന് അദ്ദേഹം കണ്ടെത്തിയ മറുപടി എന്താ? അള്ളാഹുവിന്റെ റസൂൽ അറബിയല്ലാത്ത ഭാഷ നടത്തിയിട്ടുണ്ടോ? സ്വഹാബികൾ നടത്തിയിട്ടുണ്ടോ? അതേപോലെ താബിഈങ്ങൾ നടത്തിയിട്ടുണ്ടോ? ഇല്ലെന്ന് ഉറപ്പാണ്. എന്താ കാരണം? അവരൊക്കെ വഅദ് പറഞ്ഞതും അറബിയിലാണ്, അവർ വഅദ് പറഞ്ഞതും അറബിയിലാണ്, വർത്തമാനം പറഞ്ഞതും അറബിയിലാണ്, കച്ചവടം ചെയ്തതും അറബിയിലാണ്. എല്ലാം അറബിയല്ലാത്ത ഭാഷയിൽ നിർവഹിക്കുകയും മിമ്പറിൽ കയറുമ്പോൾ മാത്രം അറബി പറയുകയും ചെയ്യുകയാണെങ്കിൽ ആ ന്യായം ന്യായമായിരുന്നു. അതേസമയം ജീവിതത്തിന് എല്ലാ രംഗത്തും അറബി ഭാഷ ഉപയോഗിക്കുകയും അത് തന്നെ ഖുത്ബയിൽ ഉപയോഗിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ തന്നെ വ്യക്തമാണ് ഏത് ഭാഷയിലാണോ അവർ വഅദ് പറഞ്ഞത്, ഏത് ഭാഷയിലാണോ വർത്തമാനം പറഞ്ഞത്, ഏത് ഭാഷയിലാണോ അവർ കച്ചവടങ്ങൾ നടത്തിയത്, അതേ ഭാഷയിൽ തന്നെയാണ് അവർ ഖുത്ബയിൽ നിർവഹിച്ചത്. ഇനി പോട്ടെ, ഒരു മറുഭാഗത്ത് നബിതങ്ങളുടെ ഭാഷയുടെ കാര്യം പറഞ്ഞ അറബി വേണമെന്ന് വാദിക്കുന്ന ആളുകൾ അവർ ഓതുന്ന ഖുത്ബയോ നബിതങ്ങളുടെ ഖുത്ബയാണോ? അല്ലല്ലോ. ഇവിടെ സമസ്ത പള്ളികളിൽ 2 തരം ഖുത്ബയാണ്. ഒന്ന്, ഇവിടുത്തെ ഔദ്യോഗികമായ സമസ്തയുടെ പള്ളികളിൽ നബാത്തി ഖുത്ബയാണ് പാരായണം ചെയ്യുക. ഏതാണ്ട് 1000 കൊല്ലങ്ങൾക്ക് മുമ്പ് ഈജിപ്തിലെ ഇബ്നു നുബാത്തത്തുൽ മിസ്രി എന്ന് പറയുന്ന ഒരാൾ നടത്തിയ ഖുത്ബകളുടെ സമാഹാരമുള്ള ഏട്, ആ ഏട് നോക്കി വായിക്കലാണ് ഔദ്യോഗിക സമസ്തക്കാർ ചെയ്യുന്നത്. അല്ല നബിയുടെ ഏടല്ല, സ്വഹാബിമാർ ഓതിയ ഏടല്ല, താബിഈങ്ങൾ ചൊല്ലിയ ഏടല്ല. ഇതേ ചോദ്യം അങ്ങോട്ടും ചോദിക്കാനോ? ആ ഏട് നബി ഓതിയിട്ടുണ്ടോ? ആ ഏട് സ്വഹാബികൾ ഓതിയിട്ടുണ്ടോ? ആ ഏട് താബിഈൻ ഓതിയിട്ടുണ്ടോ? അപ്പോൾ ഭാഷ മാത്രം നബിൻ്റെത്, ഖുത്ബയോ ഈജിപ്തുകാരൻ്റെത്. ഈ അലവി സഖാഫി അടക്കമുള്ള ആളുകൾ AP സുന്നിയുടെ പള്ളിയിൽ നടത്തുന്ന ഖുത്ബയോ അത് നബാത്തി ഖുത്ബയല്ല, അത് നെല്ലിക്കുത്തി ഖുത്ബയാണ്. നബാത്തി ഖുത്ബയെ നെല്ലിക്കുത്തി ഇസ്മായിൽ മുസ്ലിയാർ ചില എഡിറ്റിങ്ങൾ ചെയ്തു. കാരണം നബാത്തി ഖുത്ബയിൽ നബിദിനാഘോഷമില്ല.
നബാത്തി ഖുത്ബയിൽ ഇസ്തിഗാസയും തെറ്റായ തവസ്സുലുമില്ല. നബാത്തി ഖുത്ബയിൽ ഇവർ കൊണ്ടെടുക്കുന്ന പല ബിദ്അത്തുകളുമില്ല. അതുകൊണ്ട് നബാത്തി ഖുത്ബ എടുത്ത് പല ആളുകളും ചോദിക്കുന്നു, ഇതിലിത് കാണുന്നില്ലല്ലോ. അപ്പൊ അത് ഉണ്ടാക്കാൻ വേണ്ടി നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാർ നബാത്തി ഖുത്ബയെ എഡിറ്റ് ചെയ്തു, മുഖ്തസറാക്കി. മുഖ്തസറുൽ ഖുത്ബത്തുൻ നബാത്തിയ എന്ന പേരിൽ പുറത്തിറക്കി. നബാത്തി ഖുത്ബയുടെ ഷോർട്ടാണെങ്കിലും പേജ് അധികമാണ്. സംഗതി ഷോർട്ടാണ്, പക്ഷെ പേജ് അധികം. പേരതാണ്, ഷോർട്ട് ഇതാണ്. എന്നാൽ തുടക്കത്തിൽ കൊടുത്തത് ഞാൻ ഷോർട്ടാക്കിയതാണ്, അതേ കുറച്ച് ഞാൻ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ഷോർട്ടാക്കാൻ വേണ്ടി കുറച്ച് കൂട്ടിച്ചേർത്തത്. അതെങ്ങനെ പരിപാടി നമുക്ക് ഇനി കൊടുത്ത കഴിവുകൊണ്ട് അങ്ങനെ പറ്റുമോ എന്നുള്ളത് അല്ലാഹു അഅലം. ആവട്ടെ. അപ്പോൾ ആ നെല്ലിക്കുത്തി ഖുത്ബയാണ് ഇവർ ഓതുന്നത്. അതെന്താ അടിസ്ഥാനമുള്ളത്? നബി ഞങ്ങൾ ഓതിയോ, സഹാബികൾ ഓതിയോ, താബിഈങ്ങൾ ഓതിയോ ചോദിച്ചാൽ എന്താ പറയുക? അപ്പം ഭാഷ മാത്രം നബിയുടേത് എന്ന് പറയുകയും ഖുത്ബ മഞ്ചേരി നെല്ലിക്കുത്ത് നിറക്കുമതി ചെയ്യുന്നു. അതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഒറ്റ കിതാബ് ശ്രദ്ധപ്പെടുത്താം. കിതാബുൽ ഫിഖ്ഹി അലൽ മദാഹിബിൽ അർബഅ. സ്ക്രീനിൽ കാണാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കിതാബുൽ ഫിഖ്ഹി അലൽ മദാഹിബിൽ അർബഅ. 4 മദ്ഹബിലുമുള്ള ഫിഖ്ഹി മസ്അലകളെ ക്രോഡീകരിച്ചുകൊണ്ട് അബ്ദുറഹ്മാൻ ജസീർ റഹിമഹുല്ലാ എഴുതിയ ഗ്രന്ഥമാണ്. 4 വാള്യമുള്ള കിതാബാണ്. അതിൽ ഒന്നാമത്തെ വാള്യം, അതിന് ജുമുഅയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ അവിടെ കാണാം ഒരു അധ്യായം, ശുറൂത്ത് ഖുത്ബത്തൈ അസ്സലാ. നിസ്കാരത്തിൻ്റെ 2 ഖുത്ബകൾ, ജുമുഅ നിസ്കാരത്തിൻ്റെ 2 ഖുത്ബകൾ, അതിലെ ഷർത്തുകൾ. ഹൽ യുഷ്തറതു അൻ തകൂന ബിൽ അറബിയ്യ. ഇത് അറബിയിലാവൽ നിബന്ധനയാണോ? 4 മദ്ഹബ് എന്തു പറയുന്നു എന്നാണ്. ഖുത്ബ അറബിയിലാവൽ നിബന്ധനയാണോ? 4 മദ്ഹബുകൾ എന്തു പറയുന്നു? വഹൽ യുഷ്തറതു ലഹുമാ അന്നിയ്യ. ഖുത്ബക്ക് നിയ്യത്ത് ഷർത്താണോ? 2 ചർച്ചയാണ്. നിയ്യത്ത് വേണോ, അറബിയിൽ വേണോ? 4 മദ്ഹബിലും അഭിപ്രായങ്ങൾ ചർച്ച ചെയ്യുന്നു. അതിൽ കാണാം ശാഫിഇയ്യത്ത് ഖാലു. ഷാഫികൾ പറയുന്നു. നമ്മുടെ നാട്ടിൽ ഷാഫി മദ്ഹബ് എന്നാണല്ലോ ഇവരൊക്കെ പറയാറുള്ളത്. അതല്ലെങ്കിലും ആ ഷാഫികൾ പറയുന്നു. എന്ത് പറയുന്നു? യുഷ്തറതു അൻ തകൂന അർകാന ഖുത്ബത്തൈനി. ഖുത്ബയുടെ റുക്നുകൾ, നിർബന്ധ ഘടകങ്ങൾ, അത് അറബിയിലാവൽ നിബന്ധനയാണ്. ബില്ലുഗത്തിൽ അറബിയ്യ. ഖുത്ബയുടെ നിർബന്ധ ഘടകങ്ങൾ അറബിയിലാവൽ നിർബന്ധമാണ്. ഷാഫി മദ്ഹബ് പ്രകാരം 5 റുക്നാണ്. 1 ഹംദ്, 2 സ്വലാത്ത്, 3 തഖവ കൊണ്ട് വസിയത്ത്, 4 മുഅ്മിനീങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുക, 5 ആയത്ത് ഓതുക. ഇതാണ് ഷാഫി മദ്ഹബ് പ്രകാരം ഖുത്ബയുടെ റുക്ന്. അപ്പൊ ഈ 5 റുക്നുകൾ അറബിയിലാവൽ ഷർത്താണ്. മാത്രമല്ല ഫലാ യക്ഫി ഗൈറു അറബിയ്യ. അപ്പോൾ അറബി അല്ലാത്തത് മതിയാവുക ഇല്ല. മതാ അംകന തഅല്ലുമഹ. അറബി പഠിക്കാൻ സൗകര്യപ്പെടുന്നുവെങ്കിൽ അറബി അല്ലാത്ത ഭാഷയിൽ ഈ 5 റുക്നുകൾ നിർവഹിച്ചാൽ ശരിയാവുക ഇല്ല. ഫഇൻ ലം യുംകിൻ. അറബി പഠിക്കാൻ സൗകര്യപ്പെട്ടില്ലെങ്കിലോ ഖത്ബ ബിഗൈരിഹ. അറബി അല്ലാത്ത ഭാഷയിൽ ഖുത്ബ നിർവഹിക്കാം. ഇതാണ് ഷാഫി മദ്ഹബ്. എന്ത്? അറബിയിൽ റുക്നുകൾ നിർബന്ധമാണ്. കഴിയുമെങ്കിൽ. പഠിക്കാൻ കഴിഞ്ഞില്ലേ എന്ന അറബില്ലാത്ത ഭാഷയിൽ ഖുത്ബ നിർവഹിക്കാം. എപ്പോൾ? ബാക്കി കേട്ടോളൂ. ഹാദാ, ഈ പറഞ്ഞത് അറബി ഷർത്താണ് എന്ന് പറഞ്ഞത് ഇദാ കാനൽ ഖൗമു അറബ. ഖൗമ അറബികളാണെങ്കിലാണ്. കേൾക്കുന്ന ആളുകൾ അറബിയിലാണോ? അറബിയിലേ നിർവഹിക്കാവൂ എന്നാണ് ഷാഫിഈ മദ്ഹബ്. അമ്മാ ഇൻ കാനു അജമ. എന്നാ അറബികളല്ല എങ്കിൽ, അനറബികളാണ് എങ്കിൽ ഫലാ യഷ്തറതു. അപ്പോൾ ഷർത്തില്ല. ഫഇന്നഹു ലാ യഷ്തറതു. ഷർത്തില്ല. അദാഉ അർകാനിഹിമാ ബിൽ അറബിയ്യതി മുത്ലഖാ. റുക്നുകൾ പോലും അറബി നിർവഹിക്കാൻ ഷർത്തില്ല. റുക്നുകൾ പോലും അറബി നിർവഹിക്കാൻ ഷർത്തില്ല. ഖൗമ അറബികളല്ലെങ്കിൽ മാ അദൽ ആയത്തി. ആയത്തൊഴിച്ച്. ആയത്ത് അറബിയിലേ ഓതാവൂ, ബാക്കി ഒന്നും അറബിയിലാവേണ്ടതില്ല ഖൗമ അറബികളല്ലെങ്കിൽ എന്ന് അശ്ശാഫിഇയ്യത്തു ഖാലു. ഷാഫികൾ പറയുന്നു എന്നാണ്. അപ്പൊ ഷാഫി മദ്ഹബിന്റെ അഭിപ്രായമായി രേഖപ്പെടുത്തി വെച്ച ഇതാണ്. ഇതിനെന്താ തെളിവ്? നബി തങ്ങളെ ഖുത്ബയെ പറ്റി പറഞ്ഞ ഹദീസാണ് തെളിവ്. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നബി തങ്ങൾ 2 ഖുത്ബ നിർവഹിക്കാറുണ്ട്. ആ 2 ഖുത്ബ നിന്നുകൊണ്ടാണ് നിർവഹിക്കുക. 2 ഖുത്ബയ്ക്കിടയിൽ നബി തങ്ങൾ ഇരിക്കാറുണ്ട് എന്ന് പറഞ്ഞിട്ട് ശേഷം പറയാ യഖറഉൽ ഖുർആന വയുദക്കിറുൻ നാസ്. ആ ഖുത്ബയിൽ നബി തങ്ങൾ ചെയ്യാറുള്ളത് എന്താ? യഖറഉൽ ഖുർആൻ. നബി തങ്ങൾ ഖുർആൻ ഓതും. വയുദക്കിറുൻ നാസ്. എന്ന് ജനങ്ങളെ നബി തങ്ങൾ ഉത്ബോധിപ്പിക്കാറാണ് പതിവ്.
ഖുർആൻ ഓതി ജനങ്ങളെ ഉത്ബോധിപ്പിക്കാനാണ് പതിവ്. അതാണ് ഷാഫി മദ്ഹബുകാർ തെളിവായി സ്വീകരിച്ചത് എന്ന് ശർഹ് മുസ്ലിമിൽ നവവി ഇമാം റഹിമഹുല്ലാ രേഖപ്പെടുത്തി വെക്കുന്നുമുണ്ട്. അതുകൊണ്ട് ആ കുരുട്ട് ന്യായം പറഞ്ഞിട്ട് തൽക്കാലം രക്ഷപ്പെട്ടു പോകാൻ പറ്റില്ല. നബി തങ്ങളുടെ ഭാഷ മാത്രം പറയുകയും ബാക്കിയെല്ലാം ഈജിപ്തൊന്നും മഞ്ചേരി നെല്ലിക്കുത്ത് കൊടുക്കുകയാണെങ്കിൽ പിന്നെ ആ ഭാഷയ്ക്ക് എന്താ പ്രസക്തി ഉള്ളത്? അതാണ് ഒരു വിഷയം. രണ്ടാമത് ഖുത്ബയുടെ കൂടെ തന്നെ രണ്ടാമത് ചർച്ച ചെയ്യാനുള്ള മറ്റൊരു വിഷയം എന്താ? ഇതിനെ കൂടെ ചർച്ച വന്ന ഇനി വരേണ്ടുന്ന ഈ സമയമാകുമ്പോൾ പ്രത്യേകിച്ചും ചർച്ച ചെയ്യേണ്ടുന്ന മറ്റൊരു വിഷയമാണല്ലോ തറാവീഹ്. തറാവീഹ് നബിതങ്ങളുടെ നിസ്കാരം എന്താണ്, എത്രയാണ് വ്യക്തമാണ്. ഹദീസിൽ വ്യക്തമായി പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതിലും ഷാഫി മദ്ഹബിലെ ഒരു കിതാബ് മാത്രമാണ് പരിചയപ്പെടുത്താനുള്ളത്. ഷാഫി മദ്ഹബുകാരനായ ജലാലുദ്ദീൻ സുയൂത്തി റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ ഫത്വ സമാഹാരം അൽ ഹാവീദിൽ ഫത്താവ, അദ്ദേഹത്തിൻ്റെ ഫത്വ സമാഹാരം സ്ക്രീനിൽ കാണാം നിങ്ങൾക്ക്. ഇതിന് ഒരു അധ്യായം തന്നെ കാണാം, അൽ മസ്വാബീഹു ഫീ സ്വലാത്തി തറാവീഹ്, തറാവീഹ് നിസ്കാരത്തിലെ വിളക്കുകൾ. തറാവീഹ് നിസ്കാരത്തിലെ വിളക്കുകൾ എന്നൊരു അധ്യായമുണ്ട്. അതിൽ ആരംഭിക്കുന്നത് എന്താ? അൽഹംദുലില്ലാ വസലാമുൻ അലാ ഇബാദിഹി അല്ലദീന ഇസ്തഫാ വബഅദു. ഹംദും സലാത്തും ചൊല്ലിയിട്ട് പറയാ, ഫഖദ് സുഇൽതു മർറാത്തിൻ, എനിക്ക് പല തവണയായി ചോദ്യം വന്നുകൊണ്ടിരിക്കുന്നു. ഹൽ സ്വല്ലൻ നബിയു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്തറാവീഹ വഹിയൽ ഇശ്റു റക്അ അൽ മഅഹൂദ അൽ ആൻ. ഇന്ന് പതിവുള്ള 20 റക്അത്ത് നമസ്കാരം അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തറാവീഹ് നിസ്കരിച്ചിട്ടുണ്ടോ എന്ന് എന്നോട് പലപ്പോഴായി ചോദ്യം വരുന്നു. വഅന ഉജീബു ബിലാ, എനിക്കുള്ള മറുപടി എന്താ? ലാ എന്നാണ്, ഇല്ല എന്നാ മറുപടി. എന്നാ വലാ യഖ്നഉ മിന്നീ ബിദാലിക, ഇല്ല എന്ന് പറഞ്ഞാൽ മാത്രം ചോദ്യകർത്താവിന് തൃപ്തിയാവുകയില്ല. അതുകൊണ്ട് ഫഅറത്തു തഹ്രീർ ഖൗലി ഫീഹാ, ഒന്ന് വിശദമായി പറയാൻ തന്നെ ഞാൻ ഉദ്ദേശിക്കുന്നു എന്ന് പറഞ്ഞ് നബി തങ്ങളുടെ നിസ്കാരത്തിൻ്റെ എല്ലാ വിശദാംശങ്ങളും അതുമായി ബന്ധപ്പെട്ട എല്ലാ ചർച്ചകളും എല്ലാം അദ്ദേഹം കൊണ്ടുവരുന്നു. അവസാനം അദ്ദേഹം പറയാ, ഈ ചർച്ചയൊക്കെ പറഞ്ഞിട്ട് ഫൽഹാസിലു, ഈ പറഞ്ഞതിൻ്റെ ആകത്തുക അന്നൽ ഇശ്രീന, തീർച്ചയായും 20 എന്നത് ലം തസ്ബുത് മിൻ ഫഇലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രവൃത്തിയിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. നബിതങ്ങളുടെ ചെയ്തിയിൽ 20 എന്ന് സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. വമാ നഖലഹു അൻ സ്വഹീഹ് ഇബ്നു ഹിബ്ബാൻ ഗായത്തു ഫീമാ ദഹബനാ ഇലൈഹി മിൻ തമസ്സുകിനാ ബിമാ ഫിൽ ബുഖാരി അൻ ആയിഷ, ഇമാം ബുഖാരി ഉദ്ധരിച്ച ആയിഷ ബി പറഞ്ഞ ഹദീസ്, ഇബ്നു ഹിബ്ബാൻ ഉദ്ധരിച്ച ഹദീസ്, ഇതാണ് നമുക്കിതിൽ മുറുകെ പിടിക്കാനുള്ളത്. അതെന്താ? അന്നഹു കാന ലാ യസീദു ഫീ റമളാന വലാ ഫീ ഗൈരിഹി അലാ 11, നബി തങ്ങൾ 11 അധികം നിസ്കരിക്കാറില്ല എന്നതാണ് നമുക്ക് പിടിക്കാനുള്ള ഹദീസ്. അത് നബി തങ്ങളുടെ നിസ്കാരത്തിൻ്റെ തറാവീഹിൻ്റെ എണ്ണം പറഞ്ഞ മറ്റു ഹദീസിനോട് യോജിക്കുന്നതുമാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം സ്ഥാപിക്കുന്നത് നബി തങ്ങളുടെ ചെയ്തി 11 എന്നാണ്. നബി തങ്ങൾ നിസ്കരിച്ചത് 11 എന്ന് അദ്ദേഹം ഹദീസുകൾ വെച്ച്, കിതാബുകൾ വെച്ച് അദ്ദേഹം സ്ഥാപിക്കുകയാണ്. അതുകൊണ്ട് തറാവീഹിന്റെ വിഷയത്തിലാവട്ടെ ഖുത്ബയുടെ വിഷയത്തിലാകട്ടെ നബി തങ്ങളുടെ മാതൃക എന്തോ അതിനപ്പുറത്തേക്ക് മുജാഹിദുകൾ പോയിട്ടില്ല. ഇതുവരെ വിശദീകരിക്കപ്പെട്ടതുപോലെയുള്ള അടിസ്ഥാന വിഷയങ്ങളിലും ഇത്തരം വിഷയങ്ങളിലും യഥാർത്ഥ പ്രമാണങ്ങളുടെ പിൻബലം സലഫികൾക്ക് തന്നെയാണ് എന്നർത്ഥം. ഇനി മൂന്നാമതൊരു വിഷയമുള്ളത് മരിച്ച ആളുകൾക്ക് വേണ്ടി ചെയ്യുന്ന നമ്മുടെ നാട്ടിലെ ചില ദുരാചാരങ്ങളാണ്. നമ്മുടെ നാട്ടിൽ നടക്കുന്ന മരണപ്പെട്ടവർക്ക് വേണ്ടി നടത്തുന്ന ചില ദുരാചാരങ്ങൾ, അനാചാരങ്ങൾ, അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വന്നു. അവർക്ക് വേണ്ടി ചെയ്യുന്ന പലതരം കാര്യങ്ങളുണ്ടല്ലോ, 3, 7, 14, 40 പറഞ്ഞ് വ്യത്യസ്തമായ ആചാരങ്ങൾ. അത് വന്നപ്പോൾ യഥാർത്ഥത്തിൽ അവിടെ സഖാഫി ചെയ്തത് ഉള്ളതിനെ ഇല്ലാത്തതുമായി കൂട്ടിക്കുഴയ്ക്കുകയാണ്. മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, തർക്കമില്ലാത്ത കാര്യമാണ്, ഖുർആൻ ഹദീസും പഠിപ്പിച്ചതാണ്. അവർക്ക് വേണ്ടി സ്വതക്ക ചെയ്യാം, തർക്കമില്ലാത്ത വിഷയമാണ്. അവരുടെ വസിയത്തുകൾ നടപ്പാക്കാം, കടം വീട്ടാം, തർക്കമില്ലാത്ത കാര്യങ്ങളാണ്. എന്നാൽ ആ മരിച്ചവർക്ക് വേണ്ടി ശ്രദ്ധയുണ്ടാക്കാനും ആളെ കൂട്ടാനും അവിടെ വ്യത്യസ്തമായ ആചാരം നിർവഹിക്കാനും തെളിവെന്താണ്? അത് സഖാഫി പറയുന്ന ഭാഗം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ബഹുമാനപ്പെട്ട സഅദ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ നബി തങ്ങളുടെ അടുക്കൽ വന്നു പറഞ്ഞു, ഇന്ന ഉമ്മി ഉഫ്തുതിലത്, എന്റെ ഉമ്മ ആകസ്മികമായി മരണപ്പെട്ടിട്ടുണ്ട്. എന്റെ അഭാവത്തിൽ സാന്നിധ്യത്തിലായിരുന്നു അവരുടെ മരണം. മരിക്കുന്ന സമയത്ത് ബോധ്യത്തോടു കൂടെ ഞാൻ സമീപത്തുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ വസിയ്യത്ത് ചെയ്യാമായിരുന്നു.
പക്ഷേ അതിനുള്ളൊരു സാഹചര്യം അവർക്കുണ്ടായില്ല. എൻ്റെ ഉമ്മയ്ക്ക് വേണ്ടി ഞാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അവിടുന്ന് പറഞ്ഞു, ഒരു കിണർ കുഴിച്ചു കൊടുക്കാൻ, വെള്ളം കൊടുക്കാൻ. ആ വെള്ളം കൊടുക്കുക, മരണപ്പെട്ടവരെ തൊട്ട് വെള്ളം കൊടുക്കുക എന്നുള്ളത് പുണ്യമാണ്. ആ വെള്ളം അടുപ്പിൽ വെച്ച് ശർക്കരയും ഒരൽപ്പം കാപ്പിപ്പൊടിയും ഇട്ടാൽ ശിർക്കാകും എന്നുള്ളത് പുത്തൻവാദമാണ്. അപ്പൊ എന്താ തെളിവ്? നബിതങ്ങൾ പഠിപ്പിച്ചു ഉമ്മാക്ക് വേണ്ടി സ്വതക്ക ചെയ്തോ. അപ്പൊ സയ്യിദ് ചോദിച്ചു, നബി ഏത് സ്വതക്കയാ നല്ലത്? അപ്പൊ നബിതങ്ങൾ പറഞ്ഞൊരു കിണർ കുഴിച്ചു കൊടുത്തു. എന്നാൽ കാലാകാലം നിലനിൽക്കുമല്ലോ, വെള്ളം കുടിക്കുന്ന കാലം അത്രയും ഉമ്മാക്കൂലി കിട്ടും, തർക്കമില്ല. ഇമാം ബുഖാരി അടക്കം മുദ്രിച്ച ഹദീസാണ്. അപ്പൊ അതാണ് മുപ്പത് തെളിവ്. എന്തിന്? അടിയന്തരം കഴിക്കാൻ. പിന്നെ എങ്ങനെ തെളിവാക്കിയത്? ആ വെള്ളം അടുപ്പത്ത് വെച്ചിട്ട് അതിക്ക് ചായപ്പൊടിയും പഞ്ചസാരയ്ക്ക് ശർക്കരയൊക്കെ ഇട്ടാൽ ഇങ്ങനെ ശിർക്കാവോ? ഇങ്ങനെ തെളിവുണ്ടാക്കി ഏതാ തെളിവുണ്ടാക്കാൻ പറ്റാത്തത്? പണ്ട് KC അബ്ദുൽ പറയലുണ്ട്, ഉസ്താദിനോട് പോയി ചോദിച്ചു, ഉസ്താദെ തെങ്ങുമ കയറാൻ പറ്റുമോന്ന്. എന്താ തെങ്ങുമ്പ കയറിന് കുഴപ്പം? എന്നായിക്കോട്ടെ. പിന്നെ വർത്താനല്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ചോദിച്ചാൽ, ഉസ്താദ് തെങ്ങുമ കയറി തേങ്ങ ഇടാൻ പറ്റുമോ ചോദിച്ചു. പിന്നെ എന്താ തെങ്ങുമ്പ കയറി തേങ്ങ ഇടരുത്, എന്താ ചോദിക്കാൻ? ഇട്ട തേങ്ങ അരക്കാൻ പറ്റുമോ ചോദിച്ചു. ഇട്ട തേങ്ങ അരക്കാൻ പറ്റും, പക്ഷെ തെങ്ങ് ആരാണ്ടാ പറഞ്ഞിട്ടില്ല. ആരാണ് തെങ്ങാന്ന് മാത്രം പറഞ്ഞില്ല. ആരാണ്ട് തെങ്ങാണെങ്കിലോ കയറാനും പറ്റൂല, ഇടാനും പറ്റൂല, കൊണ്ടുപോകാനും പറ്റൂല, അത് മോഷണമായി കണക്കാക്കും എന്ന് പറഞ്ഞ പോലെയാണ് ഈ തെളിവുണ്ടാക്കല്. അപ്പം മരിച്ചുപോയക്ക് ഈ വക കാര്യങ്ങൾ ചെയ്യാൻ നിൽക്കുന്ന തെളിവൊന്നും പറയാനില്ല. അപ്പ കണ്ടെത്തിയ വഴിയാണെന്ത്? നബിതങ്ങൾ സ്വതക്ക ചെയ്യാൻ പറഞ്ഞല്ലോ, പിന്നെ അയിമ ഏച്ചൂട്ടിയിട്ട് മൂപ്പരവക വ്യാഖ്യാനം. ഇനി അന്നദാനം ചെയ്യുന്നുണ്ടോ നാട്ടിൽ? അപ്പൊ വെള്ളവും ശർക്കയും ചായ മാത്രമല്ലല്ലോ, അതിനപ്പുറത്തേക്കില്ലേ? അതിന് മൂപ്പർക്ക് അടുത്ത ന്യായം എന്താ? അദ്ദേഹം തന്നെ പറഞ്ഞോട്ടെ. മരണപ്പെട്ടവരുടെ വീട്ടിൽ തന്നെ അന്നദാനം പാടില്ല എന്ന് പറയുന്നുണ്ട്. പ്രമാണം എന്ന് പറയുന്നു സഹീഹുൽ ബുഖാരി തന്നെ എടുക്കുക. അന്ന ആയിഷത റളിയല്ലാഹു അൻഹാ സൗജൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹാ മാതത് ഇദാ മാതത് മയ്യിത്തുൻ മിൻ അഹ്ലിഹാ ഇജ്തമഅ ലിദാലിക നിസാഉ ثم തഫറഖന. പെണ്ണുങ്ങൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവർക്ക് വേണ്ടി ഒരുപാട് സ്ത്രീകൾ ഒരുമിച്ച് കൂടാറുണ്ട്. ആര്? അഹ്ലികാരിൽപ്പെട്ട ആളുകൾ ഒരുമിച്ച് കൂടാറുണ്ട്. ثم അമറത ബിബുർമത്തിൻ മിൻ തൽബീന ثم സുനിഅ സരീദുൻ. കറിയോട് കൂടെയുള്ള ഭക്ഷണം ഉണ്ടാക്കാറുണ്ട്, പായസം ഉണ്ടാക്കാറുണ്ട്. സഹീഹുൽ ബുഖാരിയിലുള്ളതാണ്. അപ്പൊ കണ്ടോ എന്താ പറഞ്ഞത്? സഹീഹുൽ ബുഖാരിയുടെ ഹദീസാണ്, ശരിയാണ്. പക്ഷേ അദ്ദേഹം ആദ്യം വായിച്ചു, പിന്നെ കഷ്ണം ഒഴിവാക്കി, പിന്നെ വായിച്ചു, പിന്നെ ബാക്കി ഒഴിവാക്കി. അങ്ങനെയാണ് തെളിവാക്കിയത്. എന്താ മുമ്പ് പറഞ്ഞത്? ഒരു സ്ത്രീ മരിച്ചാൽ സ്ത്രീകളും കുടുംബക്കാരൊക്കെ ഒരുമിച്ച് കൂടും. അപ്പൊ അവർക്ക് ആയിഷ ബീവി നല്ല പായസം ഉണ്ടാക്കി കൊടുക്കും, അതേപോലെ കറിയോട് കൂടി ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കും എന്നുണ്ട്. സ്വഹീഹ് ബുഖാരിയിലുണ്ട്. എന്താ സ്വഹീഹ് ബുഖാരി ഉള്ളത്? സ്വഹീഹ് ബുഖാരിയിൽ 5101 നമ്പർ ഹദീസാണത്. ആ ഹദീസിന് എന്താ പഠിപ്പിക്കപ്പെട്ടത്? ആയിഷ ബീവിയുടെ ഒരു രീതി പറയാണ്. അന്നഹാ കാനത് ഇദാ മാതൽ മയ്യിത്തു മിൻ അഹ്ലിഹാ. ആയിഷ ബീവിയുടെ കുടുംബക്കാരായ വല്ല സ്ത്രീകളും വല്ല മയ്യിത്തും മരിച്ചാൽ, ആയിഷ ബീവിയുടെ കുടുംബത്തിൽ ഒരു മരണമുണ്ടായാൽ, സ്ത്രീകളെല്ലാം ഒരുമിച്ച് കൂടിയാൽ, അതുപോലെ വായിച്ചില്ല, അങ്ങനെ വന്ന സ്ത്രീകളൊക്കെ പിരിഞ്ഞു പോയാൽ, ഒരാൾ മരിച്ച സ്വാഭാവികമായിട്ടും പുരുഷന്മാരും സ്ത്രീകളൊക്കെ വരും. ആ വന്നോരൊക്കെ പിരിഞ്ഞു പോയി, അവരൊക്കെ പോയി. അങ്ങനെ ഇല്ല അഹ്ലഹ വഖാസ്വതഹ, വന്നോരൊക്കെ പോയി, പിന്നെ അഹ്ലുകാർ മാത്രം ബാക്കിയായി. ആ വീട്ടുകാർ, ആ മയ്യിത്തിന്റെ ഖാസ്വത്ത്, മയ്യിത്തിന് പ്രത്യേകമായി ബന്ധമുള്ള ആളുകൾ, അവര് മാത്രം ബാക്കിയാകുമ്പോൾ അമറത് ബിബുർമത്തിൻ മിൻ തൽബീനത്തിൻ ഫതുബിഖത് ثم സുനിഅ സരീദുൻ. ഒരു തൽബീന ഉണ്ടാക്കാൻ ആയിഷ ബീവി പറയും. തൽബീന എന്ന് പറഞ്ഞാൽ ഗോതമ്പിന്റെ മാവും വെള്ളവും ചേർത്തുണ്ടാക്കുന്ന പ്രത്യേകമായൊരു ഭക്ഷണമാണ്. അയ്യ തൽബീന എന്ന് പറയാം. അത് അടുപ്പത്ത് വെച്ച് വേവിക്കും. എന്നിട്ട് അതിലേക്ക് ചില സരീദ്, പാലുപയോഗിച്ച് തേൻ ഉപയോഗിച്ചൊക്കെയാണ് സരീദ് ഉണ്ടാക്കുക, അതും ചേർക്കും. എന്നിട്ട് ആയിഷ ബീവി പറയും, അത് വായിച്ചില്ല. എന്താ? ആയിഷ ബീവി പറയും, കുല്ല മിൻഹാ, നിങ്ങൾ ഇത് ഭക്ഷിച്ചു കൊള്ളുക, ഇത് ഭക്ഷിക്കുക. എന്തിനാ? ഫഇന്നീ സമഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു അത്തൽബിയതു മുജിമ്മത്തുൻ ലിഫുആദിൽ മരീലി തദ്ഹബു ബിബഅദിൽ ഹുസ്നി. മനസ്സിന് സമാധാനം കിട്ടാനും
വിഷമം അകറ്റാനും പറ്റിയതാണ് തെൽബീന എന്ന് നബി തങ്ങൾ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഓർക്ക് സമാധാനിപ്പിക്കാൻ, മരിച്ചുപോയ മയ്യത്തിൻ്റെ ബാക്കിയുള്ളവർ, അയാളുടെ മക്കളോ ഭാര്യയോ അയാളെ വേണ്ടപ്പെട്ടവരോ ഒക്കെ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ നിങ്ങൾ സമാധാനം കിട്ടാൻ, നിങ്ങൾ വിഷമം കുറയാൻ പറ്റിയതാണ് എന്ന് പറഞ്ഞു ചികിത്സ, ഒരു മരുന്ന് അല്ലെ ആ നിലക്കുള്ള ഒരു സംഗതി അതാണ് ഉണ്ടാക്കി കൊടുത്തത്. അതാണ് ഇപ്പം എന്തിന് തെളിവ്? കറിയോടുകൂടി പായസം വെച്ചും ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ തെളിവാണ് പറഞ്ഞത്. ഈ ഹദീസ് വ്യാഖ്യാനിക്കുമ്പോൾ വ്യാഖ്യാതാക്കൾക്ക് രേഖപ്പെടുത്തുന്നു. അതുമാത്രമല്ല, ആയിഷ ബീവി രോഗിയായി കിടക്കുമ്പോൾ ഇതേ പണി ചെയ്യുന്നുണ്ടെന്നാണ് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. ആയിഷ റളിയല്ലാഹു അൻഹ അവര് ഒരു രോഗിയെ അടുക്കെത്തുമ്പോൾ, അല്ലെങ്കിൽ കുടുംബത്തെ രോഗിയാകുമ്പോൾ അവർക്കും ആയിഷ ബീവി നിർദ്ദേശിക്കാറുള്ള ഭക്ഷണം അതുതന്നെയായിരുന്നു എന്നാണ്. ഏത്? ഈ തൽബീന. ഇത് കഴിക്കാൻ പറയും. ഇത് കഴിച്ചോളിനാൽ ഒരു ആശ്വാസം കിട്ടും, ഒരു സമാധാനം കിട്ടും എന്ന് പറയാറുണ്ട്. ഈ ഹദീസ് വ്യാഖ്യാനിക്കുമ്പോൾ പണ്ഡിതന്മാർ കൊടുക്കുന്ന ഒന്നാമത്തെ വാചകം എന്താ അറിയോ? ഈ തൽബീനയുമായി ബന്ധപ്പെട്ട വിഷയം പറയുമ്പോൾ ആദ്യമേ പറയുന്നത് ഇത് മിൻ തിബ്ബിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച ചികിത്സയുടെ ഭാഗമാണ്. നബിതങ്ങളുടെ തിബ്ബ്, നബിതങ്ങളുടെ ചികിത്സ, നബിതങ്ങൾ പഠിപ്പിച്ച വൈദ്യം, അതുമായി ബന്ധപ്പെട്ടതാണിത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത് പറയുന്നത് തന്നെ. അതാണ് വ്യാഖ്യാതാക്കളൊക്കെ തൽബീനയുടെ സവിശേഷതയായി ഇമാം നവവി റഹിമഹുല്ലാഹ് പറഞ്ഞത് കാണാം, ഇബ്നു ഹജർ അസ്ഖലാനി പറഞ്ഞത് കാണാം, ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞത് കാണാം. അവരൊക്കെ പറഞ്ഞത് തൽബീനയുടെ മഹത്വമാണ്. ആ തൽബീന സമാധാനം കിട്ടാൻ, ടെൻഷൻ കുറയാൻ, ആശ്വാസം ലഭിക്കാൻ എല്ലാം പര്യാപ്തമാണ് എന്നാണ് പഠിപ്പിക്കപ്പെടുന്നത്. തൽബീന പേര് വന്ന് തന്നെ ലബനുമായി, അത് നിറത്തിൽ സാമ്യതയുള്ളത് കൊണ്ടാണ് ആ പേര് തന്നെ വന്നത് എന്നാണ് അവർ പഠിപ്പിക്കുന്നത്. ഇത് ആധുനികമായ സയൻസിലും അതിനൊരുപാട് നേട്ടങ്ങൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ്. അപ്പോൾ അതെടുത്തിട്ടാണ് എന്താക്കിയത്? മരിച്ചുപോയ ആളുകളെ വീട്ടിലെല്ലാം കൂടി സംഗമിക്കുമ്പോൾ അവിടെ വലിയ പായസം വെക്കാം, അവിടെ വലിയ ശ്രദ്ധയുണ്ടാക്കാം. അതിനാണ് ഈ പറഞ്ഞ തെളിവ്. ഇങ്ങനെയാണ് സഹോദരങ്ങളെ ഓരോന്നിനും അവർ തെളിവുണ്ടാക്കി കൊണ്ടുവരുന്നത്. അല്ല, ഇതൊന്നും അല്ലാഹു റസൂലിൻ്റെ ഒരു നടപടിയല്ല, സ്വഹാബത്ത് പഠിപ്പിച്ചതല്ല. അതിൽ നിന്ന് കട്ടും മുറിച്ചും എടുത്തുമൊക്കെ തെളിവുണ്ടാക്കിയിട്ടാണ് ഈ വക സംഗതികളെ സ്ഥാപിക്കാൻ അവർ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. ഏതായിരുന്നാലും ഇപ്പോൾ മുഖാമുഖങ്ങളിൽ ഓരോന്നും ഇങ്ങനെ ഓരോന്ന് പൊളിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഏറ്റവും അവസാനം ഇപ്പം മുഖാമുഖത്തിലെ മുഖ്യമായ ചർച്ച എന്താ അറിയോ? 2 പോയിന്റ് അപ്പം ചർച്ച. ഒന്ന്, അല്ലാഹുവിന്റെ റസൂലിന് നെയിലുണ്ടോ നെയിലില്ലേ എന്നാണ് കാര്യമായ ചർച്ച. മുമ്പ് എത്ര സ്ഥലത്ത് പ്രസംഗിച്ചു, നബി ഞങ്ങൾക്ക് നെയിലില്ല എന്ന് ഒരുപാട് സ്ഥലത്ത് ദഈഫായ മൗദൂഹായ റിപ്പോർട്ടുകൾ വെച്ച്, വ്യാജനിർമ്മിതമായ റിപ്പോർട്ട് വെച്ചുകൊണ്ട് അവിടെ സ്ഥാപിച്ചിരുന്നു. ഇപ്പം പേരോട് മുസ്ലിയാരും അതേപോലെ നൗഷാദ് മുസ്ലിയാരും തമ്മിലുള്ള കാര്യമായ ചർച്ച, നബി തങ്ങൾക്ക് നെയിലുണ്ടോ നെയിലില്ലേ. ഇമാം മുഹമ്മദ് ഹദീസിൽ കാണാൻ നബിയുടെ ഭാര്യ പറഞ്ഞത്, ഞാനൊരു പുരുഷന്റെ നേൽ കണ്ടു, നോക്കുമ്പോൾ നബി തങ്ങളാണ് എന്ന് പറഞ്ഞ ഹദീസ് എടുത്തുകൊണ്ട് പേരോട് മുസ്ലിയാർ വാഴ്ന്നു. അപ്പം മറ്റാൾ ഇയാൾ സുനിതമായത്തിന് പുറത്തു പോയി, നബിക്ക് നെയിലുണ്ടെന്ന് പറഞ്ഞു. ഇപ്പം കാര്യമായ ആ നെയിൽ ഏത് നെയിലാണ്? അപ്പം കഴിഞ്ഞ മുഖാമുഖത്തിലേക്ക് ഇവർ പറഞ്ഞത് നെയിലിന് 25 അർത്ഥമുണ്ട്, പേരോടുസ്ത ഉദ്ദേശ അർത്ഥം വേറെയാണ്, അത് ഈ അർത്ഥമല്ല. നെയിൽ എന്ന് പറഞ്ഞാൽ മനസ്സിലാത്ത വല്ല മനുഷ്യന്മാരുണ്ടോ? അതിനിപ്പോൾ 25 അർത്ഥം കണ്ടെത്തിക്കൊണ്ടിരാം. അതിന് ശബ്ദധാരാപരിയും അതിനുള്ള നിഘണ്ടൊക്കെ പാടെ കൊണ്ടുവന്നിട്ട് നെയിലിന് പല അർത്ഥമുണ്ട്, അവിടെ പേരോടുസ്ത പറഞ്ഞ നെയിൽ വേറെ, നിങ്ങൾ പറഞ്ഞ നെയിൽ വേറെ എന്ന് പറഞ്ഞു. അവസാനം ഇപ്പം തീരുമാനം എന്താ? നെയില് ഇല്ല എന്ന് പറഞ്ഞാൽ എല്ലാ സ്ഥലത്തും നെയിലില്ല എന്നല്ല, നെയിലുണ്ട് എന്ന് പറഞ്ഞാൽ എല്ലാ സ്ഥലത്തും നെയിലുണ്ട് എന്നുമല്ല എന്നാണ്. അതാണ് ഇപ്പോൾ അവസാനം ജമ്പ് ചെയ്തിട്ട് എത്തിപ്പെട്ടത്. അപ്പോൾ ഓരോന്നും പൊടിയാണ്. നബിയെ കിനാവ് കണ്ടാൽ എന്താ വിധി? അതാ മറ്റൊന്ന്. നബിതങ്ങൾ സ്വപ്നം കണ്ടാൽ നബിതങ്ങൾ തന്നെയാണോ കണ്ടത്? നബിതങ്ങൾ പഠിപ്പിച്ച ഹദീസ് കാണാം, മൻ റആനി ഫിൽ മനാമി ഫഖദ് റആനി. എന്നെ ആരെങ്കിലും സ്വപ്നം കണ്ടാൽ അവൻ എന്നെ തന്നെയാണ് കണ്ടത്. കാരണം എൻ്റെ രൂപത്തിൽ പിശാചു വരികയില്ല. ഫൈന ശൈത്വാൻ ലാ യതമസ്സലു ഫീ സൂറത്തി, എൻ്റെ രൂപത്തിൽ പിശാചു വരികയില്ല, അതുകൊണ്ട് എന്നെ ഒരാൾ സ്വപ്നം കണ്ടാൽ അവൻ എന്നെ തന്നെയാണ് കണ്ടത് എന്ന് നബി തങ്ങൾ പറഞ്ഞ ഹദീസുണ്ട്. ആ ഹദീസ് സ്വഹീഹ് ഹദീസാണ്. ആ ഹദീസാണ് ഇത്രയും കാലം ഇവർ എന്ത് കിനാബുണ്ടാലും ആരെ കണ്ടാലും ആ നബിനെ കണ്ടു എന്നാണോ, എന്നാ നബി തന്നെയാണ് എന്ന് പറഞ്ഞത്. ഇപ്പം അവർക്കിടയിൽ വലിയ വിവാദപ്പതാണ്. നബിതങ്ങൾ ശരിയായ രൂപത്തിൽ കണ്ടാൽ മാത്രമാണോ നബി,
അതല്ലാത്ത രൂപത്തിൽ കണ്ടാൽ നബിതങ്ങളെന്ന് പറയാൻ പറ്റുമോ ഇല്ലേ എന്നാണ് ഇപ്പം കാര്യമായ ചർച്ച. ഒരു കൂട്ടർ പറയും ഏത് കോലത്തിൽ കണ്ടാലും ശരി നബിനെ കണ്ടോ നബി തന്നെയാണ്. അത് സൗന്ദര്യമില്ലാതെ കാണാം, സൗന്ദര്യം ഉണ്ടായി കാണാം, രൂപം മാറിക്കാണാം. അതിന് ഞാൻ എന്താ നബിതങ്ങളെപ്പറ്റി ഓൻ്റെ വിശ്വാസം എത്ര ഉണ്ടോ അതിനനുസരിച്ച് ഓൻ കാണുമ്പോൾ ചൊർക്ക് കൂടും കുറയും ചെയ്യുന്നതാണ്. അതൊക്കെ ഓല വക ഒപ്പിച്ചതാണ്. മറ്റൊരു പറയാം അല്ല, നബിതങ്ങളെ സാക്ഷാൽ രൂപത്തിൽ കണ്ടെങ്കിലേ പറ്റുള്ളൂ. അപ്പം സാക്ഷാൽ രൂപത്തിൽ കണ്ടെങ്കിൽ സാക്ഷാൽ രൂപം ആർക്കറിയാം? അവ പേരോട് മുസ്ലിയാരെ വക അത് ഒന്നുകിൽ സ്വഹാബിയുടെ സ്വപ്നം കണ്ടാൽ അത് നബി തന്നെയാണ്, കാരണം ഒരു നബിനെ കണ്ടോരാണ്. അല്ലെങ്കിൽ നബിതങ്ങളുടെ എല്ലാ വിശേഷങ്ങളും കൃത്യമായി കിതാബിൽ നിന്നൊക്കെ വായിച്ചു പഠിച്ച് നബിതങ്ങളുടെ എല്ലാ രൂപഭാവങ്ങളും കറക്റ്റ് അറിയുന്ന ഒരാൾ സ്വപ്നം കണ്ടാൽ അത് ശരിയാണ്. അല്ലാത്തൊരാൾ കണ്ടാൽ ഉറപ്പിക്കാൻ പറ്റൂല. സംഗതി ഇമാമിങ്ങൾ പണ്ടേ പഠിപ്പിച്ചിട്ടുണ്ട്. കിതാബുൽ ഇഅ്തിസാം ഇമാം ഷാത്തിബി റഹിമഹുല്ലാ 700 കൊല്ലങ്ങൾക്ക് മുമ്പ് അദ്ദേഹം രേഖപ്പെടുത്തി വെച്ചു ഈ ഹദീസുമായി ബന്ധപ്പെട്ട വിശദീകരണം. അഥവാ നബി തങ്ങൾ പറഞ്ഞ ഹദീസ് മൻ റആനി ഫഖദ് റആനി ഹഖ്ഖ എന്ന ഹദീസ് അദ്ദേഹം കൊടുത്തു. മൻ റആനി എന്നെ വല്ലവനും കണ്ടാൽ ഫഖദ് റആനി ഹഖ്ഖ അവൻ ഹഖ്ഖായ നിലയ്ക്ക് എന്നെ തന്നെയാണ് കണ്ടത് എന്ന് പറയുന്ന ഹദീസ്. അവിടെ അദ്ദേഹം പറയാ ഈ ഹദീസിൽ നിന്ന് നബിതങ്ങളെ കണ്ട എല്ലാവരും നബിതങ്ങളെ കണ്ടു എന്ന് പറയാൻ പറ്റുമോ? കാരണം പല ആളുകൾ പല രൂപത്തിൽ പല സമയത്ത് നബിതങ്ങളെ സ്വപ്നം കാണാമല്ലോ. അപ്പൊ അവിടേക്ക് ആ രൂപത്തിലൊക്കെ കണ്ടാൽ നബി തന്നെയാണെന്ന് പറഞ്ഞാൽ നബിതങ്ങൾക്ക് വ്യത്യസ്ത രൂപം ഉണ്ടാകുന്നു വരൂലേ? അത് വരാൻ പറ്റൂലല്ലോ. അതുകൊണ്ട് അവിടെ ആ ഹദീസിന് അർത്ഥം എന്താ? മൻ റആനി അലാ സൂറത്തി അല്ലത്തി ഖുലിഖ്തു അലൈഹാ ഫഖദ് റആനി. ഞാൻ സൃഷ്ടിക്കപ്പെട്ടത് ഏത് രൂപത്തിലാണോ ആ രൂപത്തിൽ ഒരാൾ എന്നെ കണ്ടാൽ അവൻ എന്നെ തന്നെയാണ് കണ്ടത്. കാരണം എന്താ? ഇതിലായ തമസ്സുൽ ശൈത്വാനു ബി, എൻ്റെ രൂപത്തിൽ നബി പിശാച് വരികയില്ല. വലം യഖുൽ ഇദ് ലം യഖുൽ, നബി തങ്ങൾ പറഞ്ഞിട്ടില്ല മൻ റആനി അന്നഹു റആനി ഫഖദ് റആനി. എന്നെ കണ്ടു എന്നൊരാൾ കണ്ടാൽ അവൻ എന്നെ തന്നെയാണ് കണ്ടത് എന്ന് നബി തങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ ഒരാൾ വേറെ രൂപത്തിൽ കണ്ടു ഞാൻ നബിയാന്ന് പറഞ്ഞു, അത് നബിയല്ല. രൂപം കാണാതെ പറഞ്ഞു, പിറകോട്ട് തിരിഞ്ഞിട്ട് ഒരു ബാക്ക് സൈഡ് കാണുന്നു ഞാൻ നബിയാണെന്ന് പറയുന്നു, അത് നബിയല്ല. അതേപോലെ വ്യക്തമായി കാണാതെ ഒരു ഷെയ്ഡ് മാത്രം കണ്ടു ഞാൻ നബിയാണെന്ന് പറഞ്ഞു, അത് നബിയാവില്ല. നബിയുടെ തനതായ രൂപത്തിൽ പിശാചു വരികയില്ല എന്നേ ഉള്ളൂ. അല്ലാത്ത രൂപത്തിൽ വന്ന് ഞാൻ നബിയാന്ന് പറയാം, അതിന് വിരോധമൊന്നുമില്ല. ആ നിലക്കാണ് അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ ഈ ഹദീസ് വിശദീകരിച്ചത്. അതിനെ തെറ്റായി വ്യാഖ്യാനിച്ചിട്ടാണ് ഇത്രയും കാലം പറഞ്ഞത് നബിനെ കിനാവണ്ടലൊക്കെ നബിനെ കണ്ടത് എന്ന്. അങ്ങനെ പലക്കെ പലരും കണ്ടു എന്ന് പറയും, അതൊക്കെ പറഞ്ഞ് നബിയാന്ന് പറയും. അങ്ങനെ പിന്നെ എന്തിനും തെളിവുണ്ടാക്കിയിട്ട് ഉള്ള സ്വപ്നത്തിന് പിന്നാലെ പോയി ഇസ്ലാമിൽ സ്ഥിരപ്പെട്ട ഹുക്മുകളെപ്പോലും തള്ളിക്കളയാനാണ് ഇവർ തയ്യാറായത്. യഥാർത്ഥത്തിൽ ഈ ഇവർ കാണുന്നതൊന്നും അതൊന്നും അള്ളാഹു റസൂലിനെയോ ദൈവികമായ സംഗതികളോ ഒന്നുമല്ല എന്നാണ് നമുക്കൊക്കെ മനസ്സിലാകുന്നത്. ഇപ്പം നേരത്തെ മൂസലായി വായിച്ച പുസ്തകം ഉണ്ടല്ലോ, തൃപ്പണിച്ചുസ്താൻ്റെ ബുക്ക്. ഇതിൽ ഒരു ഭാഗമുണ്ട്, അതും കൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ഇതിൽ അദ്ദേഹം പറയാണ് അദ്ദേഹത്തിന് ജീവിതത്തിലുണ്ടായ ചില അനുഭവങ്ങൾ പറഞ്ഞിട്ട് അദ്ദേഹം പറയാം അദ്ദേഹത്തിന് അവസാനം എത്തിപ്പെട്ട ചില ശല്യങ്ങളൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. ആ ശല്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം പറയാണ് ചില സമയത്ത് ആദ്യകാലത്ത് ഇയാളെ ഇടങ്ങാറാക്കാൻ വേണ്ടി പലപ്പോഴും കാളി വരലുണ്ട്. കാളി ഇയാളെ ശല്യപ്പെടുത്താൻ വേണ്ടി സ്ഥിരമായി വരും. അങ്ങനെ അവസാനം വന്ന് ഞങ്ങൾക്ക് ഇടങ്ങാറായി മാറി. ആ ഇടങ്ങാറായി മാറിയപ്പോൾ അവസാനം കാളിയുമായി ഞാൻ സഖ്യത്തിലായി. അതിനുശേഷം എനിക്ക് ശല്യം ഉണ്ടായിട്ടില്ല. അതാണ് ഇതിൻ്റെ കാസരി. അല്ല ഇത് കറാമത്തും അല്ല, ഇത് മുഴുജത്തും അല്ല, ഇത് പഠിച്ചോത്തുന്നത് ശൈത്താനിയത്താണ്. കാളിയുമായി സഖ്യത്തിലായി. അതിനുശേഷം എനിക്ക് പിന്നെ കാളിൻ്റെ ശല്യം ഉണ്ടായിട്ടില്ല എന്നാണ് മൂപ്പടി തന്നെ പറഞ്ഞതായിട്ട് ഈ ബുക്കിൽ എഴുതിച്ചത്. അത് നമുക്ക് വിശ്വസിക്കാം. അപ്പം യഥാർത്ഥത്തിൽ ഇവർ അവിടെ കണ്ടു ഇവിടെ കണ്ടു മറ്റത് കണ്ടു ഒക്കെ പറയുമ്പോൾ അതൊക്കെ പഠിച്ചോനെ എന്തോ വലിയൊരു കറാമത്തായിട്ട് അല്ല കൊടുക്കുന്ന എന്തോ സിദ്ധിയായിട്ടൊന്നും മനസ്സിലാക്കേണ്ട. ശൈത്താനിയായ ചില ഇടപെടലുകൾ ഇവർക്കൊക്കെ ഉണ്ടാകുന്നു എന്ന് ഈ പറഞ്ഞൊക്കെ ശരിയാണെങ്കിൽ തന്നെ വിചാരിക്കേണ്ടതുള്ളൂ. അതുകൊണ്ട് സഹോദരങ്ങളെ, അതിനൊക്കെ പിന്നാലെ പോയി നമ്മുടെ പരലോകം കളയേണ്ടതില്ല എന്ന് മാത്രമാണ് ഈ സമയത്ത് ഓർമ്മപ്പെടുത്താൻ. നമ്മളെ സംബന്ധിച്ച് എനിക്ക് അള്ളാഹ് മതി എന്ന് ഉറപ്പിക്കാം. ഫസ്റ്റ് അതാണ്, അള്ളാഹ് മതി. ഞാൻ അള്ളാഹ് കഴിവ് കൊടുത്തു എന്ന് വിചാരിച്ചാലും ശരി, ആ കൊടുത്ത അള്ളാഹിനെ പിടിച്ചാൽ പോലെ.
അല്ലാഹു തആലയാണല്ലോ എല്ലാ ഖുദ്റത്തിന്റെയും ഉടമ. ലാ ഹൗല വലാ ഖുവ്വത ഇല്ലാ ബില്ലാ. അല്ലാഹനെ കൊണ്ടല്ലാതെ യാതൊരു കഴിവുമില്ല എന്ന കാര്യത്തിൽ തർക്കമില്ലല്ലോ. ആ റബ്ബിനെല്ലാം ഏൽപ്പിക്കുക. വതവക്കൽ അലൽ ഹയ്യിൽ ലദീ ലാ യമൂത്ത്. മരണമില്ലാത്ത എന്നെന്നും ജീവിച്ചിരിപ്പുള്ള ഹയ്യായ റബ്ബിനെ തവക്കുലാക്കാൻ അല്ലാഹ് നമ്മോട് കൽപ്പിച്ചത്. ഹസ്ബി അല്ലാ, എനിക്കല്ല മതി എന്ന് പ്രഖ്യാപിക്കാൻ അല്ലാഹ് കൽപ്പിച്ചത്. ഹസ്ബുനല്ലാ, ഞങ്ങൾക്കല്ല മതി എന്ന് പ്രഖ്യാപിക്കാനാണ് അല്ലാഹു തആല കൽപ്പിച്ചത്. അതിൽ നിന്നാൽ പരലോകത്ത് രക്ഷപ്പെടാം. അതല്ല ഈ വക മനുഷ്യന്മാരുടെ ഈ ദുർന്യായങ്ങളും അവിടെ ഈ വക കോപ്രായങ്ങളുമെല്ലാം കണ്ടുകൊണ്ട് അതിൻ്റെ പിന്നാലെ പോയാൽ വിരൽ കടിക്കേണ്ടി വരും പരലോകത്ത് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുക. ഒരു ശരിയായ അഹ്ലുസുന്നയിലേക്ക്, നബിതങ്ങളുടെ, സ്വഹാബത്തിന്റെ, താബിഈകളുടെ, ഇമാമീങ്ങളുടെ മാർഗത്തിലേക്ക് ആത്മാർത്ഥമായി പഠിച്ചു മടങ്ങാൻ നാം തയ്യാറാവണേ എന്ന് മാത്രമാണ് സൂചിപ്പിക്കാനുള്ളത്. വിശുദ്ധ റമദാനാണ് വരുന്നത്. ആ റമദാനിനെ ഒക്കെ ഉപകാരപ്പെടുന്ന സ്വീകാര്യയോഗ്യമായ അമലായി മാറണമെങ്കിൽ ഏറ്റവും അടിസ്ഥാനമായി വിശ്വാസം ശരിയാവണം. വിശ്വാസത്തിൽ ശിർക്ക് വന്നാൽ, വിശ്വാസത്തിൽ തകരാറ് വന്നാൽ പിന്നെ അമലുകൾ സ്വീകാര്യമല്ല. ലൈൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക്. ശിർക്ക് സംഭവിച്ചാൽ എല്ലാ അമലും ബാത്തിലാകുമെന്ന് സൂറത്ത് സുമറിലെ 65-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പഠിപ്പിക്കുന്നു. സൂറത്ത് അൻആമിലെ 88-ാമത്തെ ആയത്തിലും അതേ ആശയം കാണാം. അതുകൊണ്ട് സഹോദരങ്ങളെ, ഒന്നാമതായി വിശ്വാസം ക്ലിയറാക്കുക. ആ റബ്ബിലേക്കെല്ലാം ഏൽപ്പിക്കുക. ആ റബ്ബിന് മാത്രമേ കഴിവുള്ളൂ എന്ന് തീരുമാനിക്കുക. അള്ളാഹുവിൻ്റെ കഴിവ് അല്ലൊരാൾക്കും നൽകുന്നില്ല. അവൻ്റെ ഒരു വിശേഷണവും ഒരാൾക്കും നൽകുന്നില്ല. അല്ല അങ്ങനെ കഴിവ് കൊടുത്തു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അല്ലാഹു തആല സ്വയം ഒരു പങ്കുകാരനെ സ്വീകരിച്ചുവെന്നാണ്. നഅൂദുബില്ലാ, അതുണ്ടാവുകയില്ല. അള്ളാഹുവിൻ്റെ കേൾവി അവനു മാത്രം, അവൻ്റെ കാഴ്ച അവനു മാത്രം, അവൻ്റെ അറിവ് അവനു മാത്രം, അവൻ്റെ കഴിവ് അവനു മാത്രം. ആ വിശേഷണങ്ങളൊന്നും അല്ലാഹു തആല ഒരാൾക്കും അങ്ങനെ കൊടുക്കുന്ന പ്രശ്നമില്ല. അത് കൊടുത്തു എന്ന് വന്നാൽ അല്ലാഹു സ്വയം ഒരു പങ്കുകാരനെ, ഒരു ശരീക്കിനെ അല്ലാഹ് സ്വീകരിച്ചുവെന്നാണ് അതിൻ്റെ മറുവശം. അത് ഉണ്ടാവുകയില്ല. അല്ലാഹനെ പോലെ ആരുമില്ല, അവന് തുല്യരായി ആരുമില്ല. ഹൽ തഅലമു ലഹു സമീയ. പേരൊത്തവൻ പോലും അല്ലാഹ്ക്കില്ല. അത്തരം പേരൊത്തവനെ നിനക്കറിയുമോ എന്ന് അല്ലാഹു തആല നിഷേധഭാവത്ത് സൂറത്ത് മർയമിൽ ചോദിക്കുന്നുവെങ്കിൽ സഹോദരങ്ങളെ, റബ്ബിനോട് പേരൊക്കുന്നവർ പോലുമില്ല. ആ റബ്ബിലേക്ക് പരിപൂർണമായും മടങ്ങുക, തൗഹീദ് ഉൾക്കൊള്ളുക, സുന്നത്ത് പ്രകാരം ജീവിക്കുക. ജീവിതത്തെ എല്ലാ രംഗത്തും നബിതങ്ങളുടെ മാതൃകയെ, സ്വഹാബത്തിന്റെ മാതൃകയെ, സ്ഥിരപ്പെട്ട സുന്നത്തിനെ ജീവിത പാതയാക്കി മാറ്റുക. പിൽക്കാലത്തുണ്ടായി വന്ന വ്യാജനകൾ, കള്ളക്കഥകൾ, കെട്ടുകഥകൾ, മേറാജ് നോമ്പ് പോലെ, ബറാത്ത് നോമ്പ് പോലെ എല്ലാ കഥകളോട് സ്ഥാപിക്കപ്പെട്ടവ അതൊന്നും ദീനുമായി ബന്ധമുള്ളതല്ല. നമ്മളെ ചൂഷണം ചെയ്യാൻ വേണ്ടി പലരും മതത്തിൻ്റെ പേരിൽ ഇല്ലാത്തത് കൊണ്ടുവന്ന് ആത്മീയ മജ്‌ലിസുകളും ഇല്ലാത്ത കഥകളും ഉണ്ടാക്കിക്കൊണ്ടുവരുമ്പോൾ അതൊക്കെ തിരിച്ചറിയണമെങ്കിൽ അറിവാകുന്ന ആയുധം കൈവശമുണ്ടാകണം. പരമാവധി പഠിക്കാൻ നാം പരിശ്രമിക്കുക. മക്കൾ ആ വഴിയിൽ തന്നെ വളർത്താൻ ശ്രമിക്കുക. സാന്ദർഭികമായി സൂചിപ്പിക്കട്ടെ, ഈ കുട്ടിലങ്ങാടിൽ ഈ തൊട്ടടുത്ത ബിൽഡിങ്ങിൽ വെച്ച് കൊണ്ട് തന്നെ ഇവിടെ കുട്ടികൾക്ക് വേണ്ടി ഒരു മദ്രസ ഒഴിവ് ദിവസങ്ങളിൽ മാത്രമായി, ഹോളിഡേ മാത്രമായുള്ള ഒരു മദ്രസ സംവിധാനമുണ്ട്. മക്കളെ ചേർക്കാൻ ആ അവസരം ഉപയോഗപ്പെടുത്തണം. വിശുദ്ധ ഖുർആന്റെ പഠന ക്ലാസ്സുകൾ ഇവിടെ വെച്ച് എല്ലാ ചൊവ്വാഴ്ചയും നടക്കുന്നുണ്ട്, ഉപയോഗപ്പെടുത്തണം. മലപ്പുറം പള്ളിയിൽ വെച്ച് എല്ലാ വെള്ളിയും ശനിയും മഗ്‌രിബിന് ശേഷം ക്ലാസ് ഉണ്ട്. അങ്ങനെ ധാരാളം ക്ലാസ്സുകൾ പരിസര പ്രദേശത്തൊക്കെ ഉണ്ട്. ഏതെങ്കിലും ഒന്നൊക്കെ ഉപയോഗപ്പെടുത്തി വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും ശരിയായ സ്രോതസ്സിൽ നിന്ന് പഠിക്കാൻ നാം പരിശ്രമിക്കുക. റബ്ബിൻ്റെ കോടതിയിലേക്ക് ഒരുപക്ഷെ ഇന്ന് യാത്രയാവേണ്ടി വന്നേക്കാം, ഇന്ന് മരണപ്പെട്ടേക്കാം. പിന്നെ തിരിച്ചു വരാൻ, പിന്നെ തിരുത്താൻ നമുക്ക് അവസരമുണ്ടാവുകയില്ല. പിന്നെ ഖേദിക്കേണ്ടി വരും. ആ ഖേദത്തിന് അവസരമാകാതെ ശരിയായ ദീനു പഠിക്കാൻ നാം പരിശ്രമിക്കുക. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.